ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു അൺഎക്സ്പയർ കലണ്ടറാണ്. അൺഎക്സ്പയർ മാത്രമല്ല, കുറച്ച് ക്യൂട്ടും കൂടിയാണ്. ആദ്യം കുറച്ച് കാർഡ്ബോർഡ് എടുക്കുക, ഒരു 3 പീസായിട്ട് വെട്ടുക, അതിന് പശ തേക്കുക, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് കട്ടിക്ക് വേണ്ടിയിട്ടാണ്, ബേസാണ്. പിന്നെ 2 സ്റ്റിക്ക് എടുക്കുക, അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്റ്റിക്ക് 2 സ്റ്റാൻഡായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക, അതും ആ ബേസിലോട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അതുവരെ ഒന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ വീണ്ടും കുറച്ച് കാർഡ്ബോർഡ്സ് എടുക്കുക, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. വരച്ചിട്ട് വെട്ടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ, അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിന് കിട്ടും. ഇതിൽ കണക്കെന്ന് പറയുന്നത് നമ്മുടെ മന്തും ഡേറ്റും ഡേയും അതൊരു രീതിയാണ്. മന്തിനേയും കാലം ചെറുതായിരിക്കണം നമ്മുടെ ഡേ എന്ന് പറയുന്നത്, അതിനേയും കാലം ചെറുതായിരിക്കണം ഡേറ്റും. മന്ത് വന്നിട്ട് നമ്മളൊരു 12 എണ്ണം നമുക്ക് വെട്ടണം. അതുപോലെ തന്നെ ഡേയും ആണെങ്കിൽ 7 എണ്ണം, ഡേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞൊരു 31 എണ്ണം വെട്ടിയാൽ മതി. അത് മാത്രം എടുക്കുക. അതെടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മെനക്കെട്ട പണിയായതുകൊണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ ഹോളിട്ടെടുക്കുക, അതിന് പറ്റിയൊരു മെഷീൻ ഉണ്ട് അതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റിങ്സ് എടുക്കുക. റിങ്സ് വന്നിട്ട് കീ ചെയിൻ റിങ്ങാണ്, അല്ലാതെ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ത്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണെങ്കിലും ഭംഗിയാണ്, ബിക്കോസ് മിനിയാണല്ലോ. എന്നിട്ട് അത് ജസ്റ്റ് നമ്മളൊന്ന് അടുത്ത 2 സ്റ്റിക്ക് എടുക്കുക, അത് ഇതുപോലെ ഒന്ന് പശ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 റിങ്സ് ഉണ്ട്, ആ 3 റിങ്സും അതിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. ഇത് താരം മുട്ടാൻ പാടില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വേണം എടുക്കാൻ. പിന്നെ നമ്മളിതൊന്ന് പശ ചെയ്ത് ഒന്ന് ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ മാത്രം പോലെ, അത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ടൈം കൊടുക്കണം, എങ്കിലേ അത് ഇരിക്കത്തുള്ളൂ. കാരണം വെയിറ്റ് കിടപ്പുണ്ട്, അതുകൊണ്ട് പൂഞ്ഞിങ്ങ് വരും. പിന്നെ നമുക്കൊരു 6 ടൂത്ത് പിക്ക് ആവശ്യമുണ്ട്. ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ്, വലിയ യൂസില്ല. ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം വെച്ച് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് പശ വെച്ച് ഒട്ടിക്കാം, സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒട്ടിക്കുമ്പോൾ വിസിബിൾ ആകാൻ പാടില്ല. അതായത് സെലോ ടാപ്പ് ആണെങ്കിലും പിറക് വശത്തായിരിക്കണം, നമ്മൾ കാണുമ്പോൾ നമ്മുടെ സൈഡിൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പിറകിലും കൂടി അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു സ്റ്റാൻഡൊക്കെ വെച്ചിരിക്കുകയല്ലേ. ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്, വെച്ച് നോക്കുക.